പഹൽഗാം ഭീകരാക്രമണം ഇപ്പം NIAയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായതെന്നുള്ളതും കൃത്യമായിട്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്നതിലിട്ട് ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ഡ്രോണുകൾ ഉപയോഗിച്ച് തീവ്രവാദി സംഘടനകൾ പല കാര്യങ്ങളും അവരുടെ ആയുധ വെടിമരുന്നുകൾ പല കാര്യങ്ങളും ഇന്ത്യയിലോട്ട് എത്തിച്ചത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് എന്നുള്ളതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിൽ കഴിഞ്ഞ 2022 മുതൽ 24 വരെയുള്ളതിൽ വലിയ തരത്തിലുള്ള പിന്നോട്ട് പോയി എന്നുള്ളതും മനുഷ്യന്മാരെ അയച്ചുകൊണ്ട് അവിടുത്തെ സ്പൈ വർക്ക് ചെയ്യുന്നതിൽ വലിയ തരത്തിൽ ഇന്ത്യ പുറകോട്ട് പോയി എന്നുള്ളതും വലിയ തരത്തിലുള്ള വിമർശനങ്ങളും യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളതൊക്കെ NIA പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ഇപ്പോൾ നമ്മൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ BJP എക്കാലത്തും പറയുന്നത് അവർ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഭീകരാക്രമണം ഇല്ലാണ്ടാക്കിയ പാർട്ടി BJP ആണ്, ഇന്ത്യ ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിട്ടുള്ളത് BJP വന്നതിന് ശേഷമാണ്. പക്ഷേ അതേ BJP വന്നതിന് ശേഷമാണ് പുൽവാമയും പഹൽഗാമും പോലത്തെ പല ആക്രമണങ്ങളും നടന്നതും. അപ്പം ഈ ഒരു വിഷയത്തിൽ എന്താണ് യഥാർത്ഥ തിരിച്ചടിയായത്? നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭയങ്കരമായി ഗ്ലോറിഫൈ ചെയ്യും. ഭയങ്കര സംഭവമാണ്. അവിടെ അജ്ഞാതം പോയി പാകിസ്ഥാനിൽ പോയി വെടിവെച്ച് കൊന്നു, പാകിസ്ഥാനിലെ ഭീകരരെ പാകിസ്ഥാനിൽ കൊന്നു, കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തകളാണ് വരുന്നത്. ഇവിടെ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വിജയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്, ആർമിയുടെയും പട്ടാളത്തിൻ്റെ വിജയ ദിവസമായിട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്, അത് മോഡി വന്നതിന് ശേഷം കാർഗിൽ യുദ്ധവിജയമാണ്. അപ്പോൾ കാർഗിൽ വിജയമായിട്ട് ആഘോഷിക്കണം. കാർഗിൽ എന്താ സംഭവിച്ചത്? പാകിസ്ഥാൻ കയ്യേറി 6 മാസത്തോളം അവരുടെ കസ്റ്റഡിയിലിരുന്ന് അവരാ നാട്ടിൽ ചെയ്യാവുന്ന ഭൂകൃത്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട് അവരെ അവിടുന്ന് പുറത്താക്കി. നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി വരുന്ന ഒരുത്തനെ പുറത്താക്കി എന്നുള്ളത് ആഹ്ലാദിക്കേണ്ട വിഷയമാണോ? പിന്നെ ആശ്വസിക്കേണ്ട വിഷയമാണ്. അവനെ പുറത്താക്കിയാൽ പിന്നെ എങ്ങനെ ഇവിടെ കയറാൻ പറ്റി? അതിനാരാ ഉത്തരവാദി? കാർഗിലിലേക്ക് ഇവർക്ക് ഇവിടെ വന്ന് ഇത്രയൊന്നും കാലം താമസിക്കാൻ എങ്ങനെയാണ് അവർക്ക് കഴിഞ്ഞത്? ഈ ആംഗിൾ ചർച്ച ചെയ്യുമ്പം നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ പ്രവർത്തനം, പൊളിറ്റിക്കൽ പാറ്റേണേജോടുകൂടിയുള്ള പ്രവർത്തനം പ്രത്യേകിച്ചും അത് പരാജയപ്പെടുകയാണ്. കാർഗിലിന് പകരം എത്രയോ ഭംഗിയായിട്ട് ആഹ്ലാദിക്കേണ്ട ബംഗ്ലാദേശ് വിമോചനം അല്ലേ? ഒരു പാകിസ്ഥാനെ തോൽപ്പിച്ച് പാകിസ്ഥാനെ രണ്ടാക്കി വേറെ സെപ്പറേറ്റ് രാജ്യം ഉണ്ടാക്കിയത് ബംഗ്ലാദേശ്, ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണോ രാജ്യസുരക്ഷ കാര്യമായിട്ട് നടന്നിരുന്നത്? ഇപ്പോഴത്തെ മോഡിയുടെ സർവശക്തനായ മോഡിയുടെ കാലത്താണോ? അത് നമ്മൾ പഠിക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന വാർത്ത, മോഡി വീണ്ടും ഈ PR വർക്കിലൂടെയാണ് അല്ലെങ്കിലും പേരെടുത്ത വേറെ സംഭവമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരരെ എവിടെയാണെങ്കിലും അവിടെ പത്തി അടിച്ച് ഒതുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭീകരരെ എവിടെയാണെങ്കിലും, പാകിസ്ഥാനിലാണെങ്കിൽ പോലും അവരെ ഞങ്ങൾ വേട്ടയാടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ സാധിക്കുന്നുണ്ട്. അത് സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വേറെ കഥകൾ വരുന്നുണ്ട്. എന്നാൽ പോലും അത്രയും നമ്മൾ സമ്മതിക്കുകയാണ്. പക്ഷേ NIA പറയുന്നത് ഇങ്ങനെ അവർക്കിവിടെ കടന്നു വരാനൊരു കാരണം ഉണ്ടായത്. NIA നമുക്ക് വിശ്വസിക്കണോ? ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആയിട്ട് കണക്കാക്കുന്നതിന് NIA ആണ്. ആ NIA നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ NIAയുടെ റിപ്പോർട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇൻ്റലിജൻസ് ഗാദറിങ്ങിലെ അനാലിസിലെ തകരാറാണ്, അല്ലെ കുഴപ്പമാണ്, അല്ലെ കുറവുകളാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ പഹൽഗാമിൽ ഉണ്ടാകാൻ കാരണം എന്നവരങ്ങ് പറയുകയാണ്. മാത്രമല്ല, ബാരാമുള്ളയിൽ വരെ കാട്ടിലേക്ക് കടന്ന് ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് പട്ടാളക്കാർക്ക്, അവരുടെ ഗറില്ല സംഘങ്ങൾക്ക് ആയുധവും മരുന്നും എല്ലാം എത്തിക്കാൻ പറ്റി, പണമൊക്കെ എത്തിക്കാൻ പറ്റി. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് സപ്ലൈ അവർ പ്രൊവൈഡ് ചെയ്തു. ഇത് സാധിക്കുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അതിന് മോഡി എന്താ മറുപടി പറയുന്നത്? മോഡിക്ക് മറുപടി ഇല്ലേ? മോഡി മറുപടി, കാരണം ചെറിയൊരു പാകിസ്ഥാനിലൊരു ചെക്ക് പോസ്റ്റ് ഒരാളെ ബോംബ് ചെയ്താൽ അത് എൻ്റെ നേട്ടമാണ്, അടിച്ച് തീർക്കുമെന്നൊക്കെ പറയും, വലിയ വെല്ലുവിളികൾ നടത്തുമ്പോൾ ഇതോർക്കണം. ഇങ്ങനെ നേരിട്ട് നമ്മളെ വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ മുട്ടുപറച്ച് നിന്ന ഇന്ത്യക്കാരെ നമ്മൾ ഓർക്കണം. മാനുവലായിട്ടുള്ളതിന് പോയി യാന്ത്രികമായിട്ടുള്ള സ്പൈ വർക്ക് കുറച്ചു, മാനുവൽ നിന്നു, യന്ത്രം ഉപയോഗിച്ച് ഡ്രോൺ ഉപയോഗിച്ചാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. അതിനോട് കോമ്പാറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റുമോ? പറ്റേണ്ടതല്ലേ? അപ്പോൾ മോഡി എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ തിരിച്ച് താങ്കളോട് ചോദിക്കുന്നത്. മോഡിയെ പറ്റി ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഈ മോഡി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇപ്പോഴത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഇവിടെ രാജ്യത്തിൻ്റെ ശക്തിയാണ്, ശ്രീരാമനും ദുർഗയും സരസ്വതി എല്ലാം ഒരുമിച്ച് ചേർന്ന ശക്തിയാണ് ഇപ്പോൾ രാജ്യത്തിന് കൈവന്നിരിക്കുന്നത്. രാമൻ്റെ പ്രതിമയുണ്ട്, സർദാർ പട്ടേലിൻ്റെ പ്രതിമയുണ്ട്. ഈ പ്രതിമകളൊക്കെ നമ്മളെ കാത്തോളും എന്നുള്ള തെറ്റായ വിശ്വാസം, അത് ദേശസ്നേഹമാണെന്നും ആ ദേശസ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണെന്നും പറയുമ്പോൾ ഇവിടെ ദേശസ്നേഹം അല്ലെ രാജ്യത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ അതിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട ചിത്രങ്ങളാണ് വരുന്നത്.
ഇപ്പോൾ മറിച്ച് മറുപടി പറയും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ ഒറ്റ ഇനി ഒരിക്കലും ആക്രമണം ഉണ്ടാകില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, പലപ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇനി ഒരിക്കലും പാകിസ്ഥാനെ ധൈര്യം കാണിക്കില്ലെന്ന് പറഞ്ഞല്ലേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ, പിന്നെ ഉണ്ടായില്ലേ. അതിന് എന്ത് മറുപടി കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. ആ മറുപടി കൊടുക്കാനില്ലെങ്കിൽ അതിനെ തയ്യാറെടുക്കുക എന്നുള്ള ശ്രമം, ഇനിയുള്ള ആക്രമണം ഉണ്ടായാൽ അത് തിരിച്ചടിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും, തയ്യാറെടുപ്പ് തുടങ്ങി എന്നാ പറയേണ്ടത്. അവരൊരു പാഠം പഠിപ്പിച്ച് ഇനി ഒരു അനങ്ങിയാലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ ചോദ്യമാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. NIA-യുടെ കോൺട്രിബ്യൂഷൻ പോസിറ്റീവാണ് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇവിടെ SDP-ക്കാർ 3-4 പേരെ കടയിലിരുന്നവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് മാത്രമല്ല, അവർ ഗൂഢാലോചന നടത്തിയത് മാത്രമല്ല, അവരൊത്തിരി സ്ഫോടനങ്ങൾ ഒഴിവാക്കുന്നുണ്ട്, അതൊക്കെ ശരി. പക്ഷേ അതിർത്തി, ഏറ്റവും നമ്മുടെ കൺമുമ്പിൽ കാത്തു സൂക്ഷിക്കേണ്ട അതിർത്തി, അവിടെ ഈ വീക്ക്നെസ് ഉണ്ടായാൽ നമ്മൾ എന്താ പറയേണ്ടത്? അതിപ്പം എനിക്ക് 2 വശത്തിലുള്ള ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് ഇൻറ്റേർണൽ സെക്യൂരിറ്റി, 2 എക്സ്റ്റേണൽ സെക്യൂരിറ്റി. ഇൻറ്റേർണൽ സെക്യൂരിറ്റി പറഞ്ഞ പോലെ ഈ PFI അല്ലെങ്കിൽ SDPI പോലത്തെ സംഘടനകൾ അതിൽ വലിയ ഉത്തരവാദിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു പേരാണ് ഈ പറഞ്ഞ പോലെ RSS അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, എന്താ പറയുക, കാസ പോലത്തെ കാര്യങ്ങൾ. അത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ്, ബജരംഗ് ദൾ, അപ്പം ഇവരൊക്കെ ഇന്റേണൽ കോൺഫ്ലിക്റ്റിന് വലിയ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതാണ്. ഇവിടെയുള്ള എന്താ പറയുക, നല്ല രീതിയിലൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് ഉള്ളത് അവരാണ്. നമ്മൾ പറയുന്നത് ഇപ്പോൾ എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ NIA തന്നെ, ഇപ്പം നാഷണൽ സർക്കാരിൻ്റെ, അതായത് ദേശീയ സർക്കാരിൻ്റെ തന്നെ ഒരു വിഭാഗമാണ് NIA, അന്വേഷണ ഏജൻസി. CBI കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളതാണ് NIA. അപ്പം എന്താ പറയുക, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന് സുരക്ഷാ വീഴ്ച പറ്റി എന്നുള്ളത്. അത് അവരുടെ റിപ്പോർട്ടാണ്. അപ്പോൾ അത് അവർ സമ്മതിച്ചു തെറ്റ് പറ്റി എന്നുള്ളത്. അവർ സമ്മതിച്ചതിൻ്റെ അർത്ഥം എന്താ, മോദിക്ക് തെറ്റ് പറ്റിയെന്ന് തന്നെയാണ് ഇൻഡയറക്റ്റ്ലി സാധനം പറയുന്നത്. കാരണം എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ സുരക്ഷ അട്ടിപ്പേർ ഏറ്റുവാങ്ങുന്ന നേതാവാണ് പറഞ്ഞ പോലെ നരേന്ദ്രമോദി. കാരണം എന്തുണ്ടെങ്കിലും ആദ്യം പറയുന്ന അദ്ദേഹമായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായി കഴിഞ്ഞപ്പോഴും അദ്ദേഹം ആദ്യം പോയത് എങ്ങനെയാണെന്നുള്ളതും, അതേപോലെ പല കാര്യങ്ങളും. സൗദിയിലായിരുന്നു അത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ നേരിട്ട് വന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു ഈ കാര്യം. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും നടക്കുന്നത് എനിക്ക് തോന്നുന്നു സത്യപാൽ മാലിക് മോഡി ഒരു വലിയ കള്ളത്തരം കാണിക്കുന്നുണ്ട്. മോഡി മാത്രമേ രാജ്യസ്നേഹിയുള്ളൂ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ രാജ്യദ്രോഹികളാണെന്നും പറയും. അതാ സഹിക്കാൻ പറ്റുന്നത്. രാജ്യദ്രോഹികളാണെന്ന് പറയുമ്പം ഈ രാജ്യസ്നേഹികൾ ഭരിക്കുമ്പോഴേ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതെ. അപ്പം ഇത് മാത്രമല്ല, പുൽവാമയിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. പുൽവാമയിൽ എന്തുണ്ടായി എന്നുള്ളത്. പുൽവാമയിൽ സത്യപാൽ അന്നത്തെ എന്താ പറയുക ഗവർണർ, അദ്ദേഹത്തെ ഒഴിവാക്കിയവർ പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഇവിടെ ഇൻ്റലിജൻസ് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതും ഇത് വിളിച്ച് പറഞ്ഞു അദ്ദേഹം മോദിക്ക്. അപ്പോൾ മോദി പറഞ്ഞു അദ്ദേഹം തന്നെ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞു മിണ്ടാണ്ടിരുന്നാൽ മതി, ഞാൻ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് നീ അതിൽ ഇടപെടേണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു ഗവർണർ എന്നുള്ള സംസ്ഥാനത്തിൻ്റെ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളത് അദ്ദേഹത്തിന് അത് ഇടപെടേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റിയില്ല എന്നുള്ള അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ മാറ്റിയ ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് ഇതിന് കൃത്യമായ വീഴ്ച പറ്റിയത് ഇവരുടെ പക്കലാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ ഇമേജിന് ബാധിക്കും എന്നുള്ളൊരു സംഭവമാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളിലും മോദിക്ക് വലിയ തരത്തിൽ പരാജയം പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടത് മാനേജ് ചെയ്യാൻ അതിൻ്റെ ഉന്നത സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് കീഴടക്കുന്നതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും മോദിക്ക് കൃത്യമായ ഇടപാടുണ്ട്. അപ്പം അത് ഏത് തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലാണ്, ഗവർണറായാലും എല്ലാ കാര്യത്തിലും മോദി പറയുന്നതിനപ്പുറത്തോട്ട് ഒരാൾ പോലും, ഈവൻ എന്താ പറയുക ഇലക്ഷൻ കമ്മീഷൻ്റെ നേതാക്കന്മാർ പോലും. അതെ, മോഹൻ ഭാഗവതിൻ്റെ കാര്യം മറ്റൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ 2024 ലോക്സഭാ ഇലക്ഷനിൽ മോദി നിൽക്കുന്നതിനോട് വലിയ തരത്തിൽ വിയോജിപ്പുണ്ടായിരുന്നു. മോദി തന്നെ പറഞ്ഞു ഞാനൊരു ബയോളജിക്കൽ ഹ്യൂമൻ അല്ല. അതിനെതിരെ മോഹൻ ഭഗവത് രംഗത്ത് വന്നിരുന്നു. പിന്നീട് UP-യിലുണ്ടായ തിരിച്ചടിയൊക്കെ RSS ഇല്ലാണ്ട് BJPക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് UP-യിലെ തിരിച്ചടി. കാരണം RSSനെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിലോട്ട് പോയി. ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ദേശീയ സുരക്ഷയുടെ ഭാഗം മോദിക്ക് വീഴ്ച പറ്റി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് മോദിയോ BJPയോ അംഗീകരിക്കില്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു ടാഗ് ലൈൻ ഈ പറഞ്ഞ പോലെ സംഗീതമായിരിക്കില്ല, എന്താ പറയുക, ഈ പറഞ്ഞ പോലെ സുഡാപ്പികൾ, രാജ്യദ്രോഹി അല്ലെങ്കിൽ എന്താ പറയുക രാജ്യത്തെ ഇല്ലാണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ചാപ്പ സ്വാഭാവികമായിട്ടും കിട്ടും. പക്ഷെ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ടത് പോലെ പറയുക എന്നുള്ളത് ഏതൊരു മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിപ്പം ചില സമയത്ത് നമ്മളാരും അല്ല പറഞ്ഞിരിക്കുന്നത്, അതെ, ഈ പത്രമല്ല പറഞ്ഞിരിക്കുന്നത്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റിപ്പോർട്ടാണ്. അതെ. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മളതാണ്. മോഡി തന്നെ പറഞ്ഞിരിക്കുന്നതിന് തുല്യ, നമ്മുടെ ഏജൻസി പരാജയപ്പെട്ടു മോഡി തന്നെ സമ്മതിക്കുന്നതിന് തുല്യ. അതെ, ദേശീയ സുരക്ഷാ ഏജൻസി തന്നെയാണ് ഈ സാധനം പറഞ്ഞിട്ടുള്ളത്. അപ്പം ദേശീയ സുരക്ഷയുടെ ഏറ്റവും ഉന്നതയിലിരിക്കുന്ന മോദി കൂടിയും അതിൻ്റെ ഭാഗമൊക്കെ ആവുന്നുള്ളതാണ്. അദ്ദേഹത്തിന് എത്ര കഴുകിയാലും അദ്ദേഹത്തിൻ്റെ കൈയ്യതൊന്നും ശുദ്ധമാവില്ല. നമ്മളൊരിക്കലും രാജ്യത്തിനെതിരോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്കെതിരോ ആർമിക്കെതിരോ അല്ല പറഞ്ഞത്. അത് നമ്മുടെ അഭിവാജ്യ ഘടകമാണ്. അവരില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഒന്നും ഉണ്ടാവില്ല.
അപ്പം അവരെ നമ്മൾ സെക്യൂർ ചെയ്യുന്നു, അവരെ നമ്മൾ അംഗീകരിക്കുന്നു, അവർ കൃത്യമായി വേണ്ട പോലെ ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ ആർമിയെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അത് ഞാൻ മാത്രമാണെങ്കിലേ പറ്റുള്ളൂ, നിങ്ങളാണ് രാജ്യദ്രോഹം ചെയ്യുന്നതെന്ന് ഇപ്പുറത്ത് മറ്റുള്ളവരെ മുഴുവൻ ശത്രുക്കളാക്കി, ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയക്കാരെ നേതാക്കളെ ശത്രുക്കളാക്കിക്കൊണ്ട് ഞാൻ മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് ഇവിടെ മോഡിയുടെ താല്പര്യം എന്താണ് എന്ന് സംശയിക്കും. ഈ 2019 ലോക്സഭ ഇലക്ഷൻ ജയിക്കാൻ ഒരു പരിധി വരെ കാരണം മറ്റേ അന്നുണ്ടായ വലിയ പ്രശ്നങ്ങളൊക്കെ, അതിനും അദ്ദേഹം മോദി പറഞ്ഞ പോലെ ആർമി ഡ്രസ്സ് ഇട്ടിട്ട് അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കാണാം. അത് എന്താ പറയുക, ഭരണഘടനപരമായി പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വലിയ തർക്ക വിഷയമാണ്. ഭരണഘടന നോക്കേണ്ട എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. നിലവിൽ അനുകൂലം എന്ന് പറയേണ്ട, ഭരണഘടന ഏത് കോടതിയിൽ പോയാലും എന്തെങ്കിലും കാര്യം പറഞ്ഞൊരു വകുപ്പ് കണ്ടുപിടിച്ച് അത് നിങ്ങളെ ചോദ്യം ചെയ്യേണ്ട ആളോ, നിങ്ങൾക്ക് എന്നാ കാര്യം ചെയ്യും, മോഡി കോട്ടിട്ടാൽ നിങ്ങൾക്ക് എന്നാ കാര്യം കോടതി ചോദിക്കും. ഇതിപ്പോൾ എന്തായാലും 2025 ഏപ്രിൽ 22-നാണ് ഈ പെഹൽഗാം ആക്രമണം നടക്കുന്നത്. അതിന് മറുപടി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ 11 കേന്ദ്രങ്ങൾ തിരിച്ചടി കൊടുത്തു എന്ന് മാത്രമല്ല, പെഹൽഗാമിൽ നിന്ന് 7 കിലോമീറ്റർ മാറി അകലെ ബൈസൺ വാലിയിലാണ് അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ അവർ പ്രധാനപ്പെട്ട അക്രമികൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ജാതി, ഒരു പെർട്ടിക്കുലർ മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഹിന്ദു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അത് പുരുഷന്മാരെ മാത്രം വേർതിരിച്ച് നിർത്തുന്നു. അതിൽ നിന്ന് പേര് ചോദിക്കുന്നു, പേര് ചോദിച്ച് ആരൊക്കെയാണ് ഹിന്ദു എന്നുള്ളത് മനസ്സിലായി അവരെ മാത്രം വെടിവെച്ച് കൊല്ലുന്നു. 26ഓളം പേരെ അന്ന് കൊന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറുപടി എന്നുള്ള നിലക്ക് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ കൊടുത്തു. അത് കൊടുക്കേണ്ട തന്നെയാണ്, അതിനെ ഒരിക്കലും നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. കാരണം അതിനോട് പൂർണ്ണമായി 100% യോജിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പം അക്കാര്യത്തിൽ നമുക്ക് യോജിപ്പാണ്. പക്ഷേ അതിന് ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായ ഒരു കാരണമുണ്ട്. അതിപ്പോൾ പെഹൽഗാം ഭീകരാക്രമണമാണ്. അത് ആരുടെ വീഴ്ചയാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. അല്ല മനഃപൂർവ്വം വരുത്തിയ വീഴ്ചയാണെന്ന് ചർച്ച ചെയ്യണം. മനഃപൂർവ്വമാണോ അതോ അറിയാണ്ട് പറ്റിയതാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ വീഴ്ച പറ്റിയെന്നുള്ളത് ഇപ്പോൾ NIA പോലും സമ്മതിച്ചു. അപ്പോൾ ഇത് മോദിക്കുള്ള ഏറ്റവും വലിയൊരു പരാജയം കൂടി തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മോഡിയുടെ പരാജയത്തെക്കാൾ കൂടുതലായിട്ട് രാജ്യത്തിൻ്റെ പരാജയം കൂടെ അവിടെ ഉണ്ടാകുന്നില്ലേ? ഇപ്പോൾ പുകൽപ്പാൻ വിജയിച്ച അതേ സംഭവം പറഞ്ഞ് പട്ടാളത്തിൻ്റെ തോൽവിയോ വിജയമോ നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുകയാണ്. അതെ, ഒരു ഇലക്ഷന് അനുകൂലമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിനൊരു മാൻഡേറ്റ് കിട്ടാനുള്ള എളുപ്പവഴി ഒരു സംഘർഷം ഉണ്ടാക്കി. ഇപ്പോൾ സുരേഷ് ഗോപി ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കയറി, അതൊക്കെ ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അതൊരു വലിയ ഗുരുവായൂർ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നത്തെ ചൂഷണം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത്. ആ ശ്രമം തന്നെയല്ലേ പഹൽഗാമിൽ നടന്നതെന്ന് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ, അന്നാരും ചോദിക്കില്ലായിരുന്നു. ഇപ്പോൾ സത്യങ്ങൾ പുറത്ത് വരുന്ന കുറേശ്ശെ പുറത്ത് വരുന്നുണ്ട്. ആ സത്യങ്ങൾ ആരെ മുക്കിക്കൊല്ലുമെന്ന് കാത്തിരുന്നാണ്.